പാലക്കാട് നിന്ന് സച്ചിൻ ചേരുന്നു. പാലക്കാട് വ്യാപക പ്രതിഷേധമാണ്. എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് വിവിധ സംഘടനകളുടെ പ്രതിഷേധം. രാഹുലിനെ മണ്ഡലത്തിലെ പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിൽ നിന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. സച്ചിൻ എന്നോടൊപ്പം ചേരുകയാണ്. സച്ചിൻ, നിങ്ങളുടെ എം എൽ എ കാരണം നാട്ടിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ, നാണക്കേടിന്റെ കഥകളാണല്ലോ മൊത്തം കേൾക്കാൻ കഴിയുന്നത്. എന്താണ് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്ന ഒരു പൊതു ചിന്ത എന്താണ്? പുറത്തിറങ്ങിയാൽ പ്രതിഷേധ ചൂടറിയുമോ രാഹുൽ മാങ്കൂട്ടം? മനു, തീർച്ചയായും അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയോടുകൂടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പാലക്കാട്ടെ കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെയാണ്. കാരണം വലിയ എതിർപ്പുകളെ മറികടന്നുകൊണ്ടാണ് ഷാഫിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് നേതൃത്വം പാലക്കാട് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ തന്നെ, അതായത് രാഹുലിനെ കൊണ്ടുവരുന്നു എന്ന സൂചന ലഭിച്ചപ്പോൾ തന്നെ പാലക്കാട് DCC വലിയ രീതിയിലുള്ള എതിർപ്പ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ, അതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ MP അടക്കമുള്ള നേതാക്കളാണ് KPCCയെയും അതേപോലെ തന്നെ AICCയെയും രാഹുലിനെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് നൽകിയത്. എന്നാൽ ഇതിനെ പാടെ അവഗണിക്കുകയാണ് VD സതീശൻ അടക്കമുള്ള അന്നത്തെ നേതൃത്വം. അതിനിപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. അതുതന്നെ പാലക്കാട്ടെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ ഇപ്പോൾ വലിയ രീതിയിൽ സന്തോഷിപ്പിക്കുന്നുണ്ട്. അവരെ ഒന്നാകെ ഒറ്റക്കെട്ടായി രാഹുലിനെതിരെ കാലാകാലങ്ങളായി രാഹുലിനെതിരെയും ഷാഫിയുടെ പ്രവർത്തനത്തിനെതിരെയും നിലനിന്ന ആളുകളാണ് ഈ എ തങ്കപ്പനും അതേപോലെ തന്നെ VK ശ്രീകണ്ഠനും അടക്കമുള്ള പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ. അവർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കുന്നത് എന്ന കാര്യം തന്നെ കൈരളി ന്യൂസിനോട് ആദ്യം പങ്കുവെക്കുകയാണ്. കാരണം കോൺഗ്രസ്സുകാർ തന്നെയാണ് രാഹുലിൻ്റെ രാജിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്ന കാര്യം പാലക്കാട് നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, പാലക്കാട് മണ്ഡലത്തിൽ പരിപാടികൾ എന്ത് നടന്നാലും അത് തടയുമെന്ന കാര്യം പാലക്കാട് ചിരിക്കുന്നുണ്ടാകുമോ? കാരണം പാലക്കാട് മണ്ഡലം ഷാഫി ലക്ഷ്യമിട്ടു എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ചിരിച്ചാലും ആരോപണങ്ങളുടെ മുന്നിൽ ഷാഫിയിലേക്കും പോകുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നു, സംരക്ഷിച്ചു പിടിച്ചു എന്നൊരു പ്രശ്നം ഷാഫി നേരിടേണ്ടി വരും. തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം പാലക്കാട് മണ്ഡലത്തിലേക്ക് തിരികെ വരാനുള്ള നീക്കം ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഷാഫി പറമ്പിലിൻ്റെ മുൻ ഓഫീസിൽ രഹസ്യ യോഗവും ചേർന്ന് അതിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിലടക്കം പങ്കെടുത്തിരുന്നു. അപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒരു അതൃപ്തി ഉണ്ട് എന്ന കാര്യം വ്യക്തമായിരുന്നു. കാരണം യോഗം തുടങ്ങി അവസാനിക്കാറായ സമയത്താണ് രാഹുൽ യോഗത്തിനെത്തിയത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. അതിനാൽ തന്നെ ഇത്തരം ഒരു രാഹുലിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്കെല്ലാം പിന്നിൽ ഷാഫിയുടെ കൈകൾ ഉണ്ടോ എന്ന കാര്യം രാഹുലിനും ചിലപ്പോൾ സംശയമുണ്ടായിരിക്കും. അതിനാൽ തന്നെ കോൺഗ്രസിലെ തമ്മിലടികൾ ഇനിയും രൂക്ഷമാകും. അതേപോലെ തന്നെ രാഹുലിനെതിരെയുള്ള പാലക്കാട്ട് നിന്നുള്ള പരാതികൾ ഇനിയും ഉയർന്നു വരുമോ എന്ന കാര്യമാണ് പാലക്കാട്ടെ കോൺഗ്രസ്സുകാരെയും ഒന്നാകെ ആശങ്കയിൽ ആഴ്ത്തുന്നത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പാലക്കാട് അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ DYFIയുടെയും അതുപോലെ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെയും മറ്റ് സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിൽ കോൺഗ്രസിനെതിരെയും അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓഫീസിലേക്കും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടു തന്നെ ഇന്ന് പാലക്കാട് നഗരസഭ VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യുന്ന പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പാലക്കാട് നഗരസഭ രാഹുലിനെ ഒഴിവാക്കി. അതിൽ പ്രധാനമായും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാവും. അതിനാൽ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വരേണ്ടതില്ല എന്ന കാര്യമാണ് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ കത്തിലൂടെ രാഹുലിനെ അറിയിച്ചിട്ടുള്ളത്. അതിനൊരു മറുപടി നൽകാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. ഇത് കൂടാതെ യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടികൾ പോലും രാഹുലിൻ്റെയും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും പരിപാടികൾ പോലും റദ്ദ് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിലടക്കം ഇന്ന് വലിയൊരു ലോങ് മാർച്ച് നടക്കേണ്ടതായിരുന്നു. രാഹുൽ അടക്കം പങ്കെടുത്തുകൊണ്ട് നടക്കേണ്ടതായിരുന്നു. അതടക്കം റദ്ദ് ചെയ്യേണ്ട ഒരു സാഹചര്യം, അത്രയും പ്രതിസന്ധിയിലേക്ക് യൂത്ത് കോൺഗ്രസും എത്തിയിരിക്കുകയാണ്. അതിനാൽ തന്നെ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഈ രാഹുലിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഇപ്പോൾ ഏറ്റവും വലിയ ഡിമാൻഡ് കോഴികൾക്കാണ്. കാരണം കോഴികളെ ഉയർത്തിക്കൊണ്ടാണ് മഹിളകളും അതേപോലെ തന്നെ യുവജന സംഘടനകളെല്ലാം രാഹുലിൻ്റെ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്, പാലക്കാട്ട് കോഴികൾക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഡിമാൻഡ് ഉണ്ടായിരിക്കുകയാണ്. മനു, സച്ചിൻ, കോഴി എന്നൊന്നും പറഞ്ഞത് ഒതുക്കാൻ കഴിയില്ല സച്ചിൻ. അതൊക്കെ അതിനപ്പുറമുള്ള കാര്യങ്ങളാണ്. ഏതായാലും ഓക്കെ, താങ്ക് യു. ഏതായാലും ആ രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾ അലകടിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്.